ഹായ്, വെൽക്കം ടു ഇറഗുലർ മൈൻഡ് പോഡ്കാസ്റ്റ്. ഇത് ധർമ്മരാജ സീരീസിലെ 7ാമത്തെ എപ്പിസോഡ്. കഥ പറയുന്നത് സന്തോഷ്. ഹരിപഞ്ചാനന യോഗീശ്വര ദർശനത്തിന് ശേഷം ചന്ദ്രക്കാരനിൽ വലിയ മാറ്റം കണ്ടു തുടങ്ങി. ലഭിക്കാനിരുന്ന ദളവാസ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിൽ പെരുമാറ്റത്തിൽ പരിഷ്കാരം വരുത്തി. കൊട്ടാര ഉദ്യോഗസ്ഥന്മാർ നടത്തി വരുന്നതായി കണ്ടിട്ടുള്ള പ്രഭാതത്തിലെ കുളി, വസ്ത്രധാരണ രീതി എന്നിവ പകർത്താൻ തുടങ്ങി. അമ്മണ ആദ്യമായ പ്രാകൃത ദേശീയ ഭാഷകൾ സംഭാഷണത്തിൽ നിന്ന് ഒഴിവാക്കി തുടങ്ങി. കുടുംബത്തിലുള്ള ഭാര്യ, കുട്ടികൾ എന്നിവരെ ദളവായുടെ കുടുംബക്കാർക്ക് യോജിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതികൾ പരിശീലിപ്പിച്ചു. ശാശ്വതമായ മോക്ഷം വേണോ, അല്പസമയത്തേക്കെങ്കിലുമുള്ള ദളവാപദമാണോ വേണ്ടതെന്ന് ഈശ്വരൻ തന്നെ ചോദിച്ചാൽ ദളവാപദം മതി എന്ന് പറയുന്ന ആളായിരുന്നു ചന്ദ്രക്കാരൻ. മന്ത്രിസ്ഥാനത്തിന് ഇത്രയധികം വില കൽപ്പിച്ചിരുന്ന ചന്ദ്രക്കാരൻ ബുദ്ധിമാനായിരുന്നു. ഇരയിട്ടാലേ മീൻ പിടിക്കാവൂ എന്ന തത്വം അനുസരിച്ച് യോഗീശ്വര സ്വീകരണം അത്യാഡംബരപൂർവ്വമാക്കാൻ തീരുമാനിച്ചു. സ്വീകരണത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ചെയ്തത്. ചിലമ്പനത്ത് നിന്ന് കുറച്ച് അകലെയുള്ള ജലാശയത്തിന്റെ തീരത്ത് യോഗീശ്വരന് പള്ളിയുറക്കത്തിനും തേവാരത്തിനുമുള്ള പുരകൾ തീർന്നു. അവിടം മുതൽ ചിലമ്പനത്ത് വരെ നിരത്തിൽ തോരണം തൂക്കി അലങ്കരിച്ചു. സൽക്കാരത്തിനും സദ്യയ്ക്കുമായി വീട്ടുമുറ്റത്ത് നെടുമ്പുരകൾ തീർത്തു. അവയൊക്കെ വിധാനിച്ച് മോടിയാക്കി. അലങ്കരിക്കാൻ ആവശ്യമായി വന്ന വാഴക്കൊലയും കുരുത്തോലയും പൂക്കുലയും മറ്റും സമീപവാസികളുടേതായിരുന്നുകൊണ്ട് ചന്ദ്രക്കാരൻ നഷ്ടമൊന്നും വിളഞ്ഞില്ല. അറകളിൽ നിന്നും ഇറക്കിയ പൊന്ന്, വെള്ളി, ഓട്ടുപാത്രങ്ങൾക്കും സഹായികളായി വന്നവർക്കും കണക്കില്ലായിരുന്നു. അടുത്ത പ്രദേശങ്ങളിലൊക്കെയുള്ള പ്രഭുക്കന്മാരും കാരണവന്മാരും തൊഴിലാളികളും ചിലമ്പനത്ത് വന്നുകൂടിയിരുന്നു. ആകെ ബഹളമായ സമയം അർദ്ധരാത്രിയോടടുത്തപ്പോൾ ഉമ്മിണിപ്പിള്ളയുടെ നേതൃത്വത്തിൽ ഒരു സംഘം യോഗീശ്വരനെ സ്വീകരിക്കാനായി കുളക്കരയിലെത്തി. തെളിഞ്ഞു നിന്ന ആകാശം പതിയെ കറുത്തു തുടങ്ങി. കൊള്ളിയാൻ ഇടയ്ക്കിടെ മിന്നിപ്പൊലിഞ്ഞു. നിലാവ് അശേഷമില്ലാതായി. കാക്കകൾ ദുശകുന സൂചകമായി കരഞ്ഞു തുടങ്ങി. ദൂരെ നിന്ന് മേനാവിന്റെ ഹുങ്കാരം കേട്ടപ്പോൾ കുളക്കരയിൽ തീവട്ടികളും മറ്റും തെളിഞ്ഞു. പല്ലക്ക്, കുട, തഴ, വെഞ്ചാമരാദികളുടെ അകമ്പടിയോടെ യോഗീശ്വര തിരുവടികൾ എത്തി. അടയാള വെടികൾ ആഗമനത്തെ ചിലമ്പനത്ത് അറിയിച്ചു. വെളുപ്പിന് 3 മണിക്ക് യോഗീശ്വരൻ കുളി കഴിഞ്ഞ് പള്ളിത്തേവാരത്തിനായി പൂജാമുറിയിൽ കയറി. അവിടെ എന്തു നടക്കുന്നു എന്നറിയാൻ ഉമ്മിണിപ്പിള്ള തുടങ്ങിയ ഭക്തർക്ക് മോഹം തുടങ്ങി. അവർ പരിചാരകരുടെ അനുമതിയോടെ ഒളിഞ്ഞു നോക്കി. ഭഗവതി വിഗ്രഹം അലങ്കരിക്കുന്ന പീഠം, പിറകിൽ ചില സാധനങ്ങൾ, മുന്നിൽ ചില വസ്ത്രങ്ങൾ, പൂജാപാത്രങ്ങൾ, വേറൊന്നും അവർ കണ്ടില്ല. അകത്തേക്ക് കയറിയ യോഗീശ്വരനെ കാണാനില്ല. ചെയ്തുപോയ അപരാധത്തെപ്പറ്റി ഖേദിച്ച് ഉമ്മിണിപ്പിള്ളയും കൂട്ടരും മറ്റു ജോലിക്ക് തന്നെ പോയി. ഭഗവാൻ ഹരിപഞ്ചാനന യോഗീശ്വരൻ ഇതേ സമയത്ത് തന്നെയാണ് കളപ്രാക്കോട്ട കുഞ്ചുപിരാട്ടിക്ക് ദർശനം നൽകിയത് എന്ന കാര്യം മറക്കരുത്. ചിലമ്പനേത്ത് ഭവനവും പരിസരവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ചന്ദ്രക്കാരന്റെ അലർച്ചകൾ മുഴങ്ങിക്കേൾക്കാം. കളപ്രാക്കോട്ടയിലെത്തിയത് ശാന്ത ഹരിപഞ്ചാനനും ചിലമ്പനത്തെത്തിയത് ഉഗ്ര ഹരിപഞ്ചാനനും ആയിരുന്നു. അണിവെടികളും മാമാവെങ്കടൻ ആദിയായ ബ്രാഹ്മണരുടെ കീർത്തനാലാപനവും വാദ്യഘോഷങ്ങളും സ്ത്രീകളുടെ കുരവകളും കൊണ്ട് ശബ്ദായമാനമായ ജനസഞ്ചയത്തിന്റെ അകമ്പടിയോടെ പള്ളിമേനാവിലേക്ക് ഹരിപഞ്ചാനന സ്വാമികൾ കയറി. ഘോഷയാത്ര ആരംഭിച്ചു. മുമ്പിലായി നെറ്റിപ്പട്ടം കെട്ടി ആനകൾ നയിച്ചു. പിന്നാലെ പൊന്നിൻ തഴകൾ നിരന്നു. വിവിധ വാദ്യക്കാർ, നൃത്തക്കാർ, ഭജനാലാപനക്കാർ എന്നിവർക്ക് ശേഷം മേനാവിനടുത്ത് അഷ്ടമംഗല്യം വഹിക്കുന്ന യുവതികൾ. ചിട്ടയായും ക്രമമായും ഘോഷയാത്ര നീങ്ങി. എല്ലായിടത്തും എല്ലാത്തിനും പ്രാണനായി ഉമ്മിണിപ്പിള്ള. മേനാവിൽ വൈഷ്ണവ തേജസ്സോടെ കാരുണ്യാർദ്രനായി യോഗീശ്വരൻ ഇരിക്കുന്നു. കഴക്കൂട്ടത്ത് ഭവനപ്രദേശത്തു കൂടി മേനാവ് കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന്റെ ബാഹ്യവും ആഭ്യന്തരവുമായ ഇന്ദ്രിയങ്ങളെല്ലാം സ്തംഭിച്ചുപോയി. യോഗീശ്വരൻ നീണ്ട 36 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി എത്തുകയാണ് അവിടെ. മനോനിയന്ത്രണം സാധിച്ച യോഗിവര്യനായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം ഇന്ന് പ്രക്ഷുബ്ധമായി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. മേനാവിൽ നിന്നിറങ്ങി ആ ഭൂമിയെ പ്രണാമം ചെയ്യണം എന്ന് പോലും അദ്ദേഹത്തിന് തോന്നി. സർവം ബ്രഹ്മമയം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആ യമിയെ പൂർവജന്മ വാസനയായിരിക്കാം വികാരതരളിതനാക്കിയത്. ആർക്കറിയാം. ഘോഷയാത്ര ചിലമ്പനത്തെത്തി. ആരാധകരുടെ ഇടയിൽ ഭീമാകാരനായ മാമാവെങ്കടനെ കണ്ടപ്പോൾ ചന്ദ്രക്കാരനും ഉമ്മിണിപ്പിള്ളയും ചെറുതായൊന്ന് നടുങ്ങി. പല്ലക്ക് താഴ്ത്തി വാഹകന്മാർ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ യോഗീശ്വരൻ തെക്ക് ഭാഗത്ത് അല്പം മാറി വിചിത്ര വസ്ത്രധാരണികളായ 2 സ്ത്രീകൾ നിൽക്കുന്നത് കണ്ടു. അതുവരെ ഉണ്ടായിരുന്ന വൈഷ്ണവ തേജസ്സിന് പകരം ഹരിപഞ്ചാനന പ്രൗഢി മുഖത്ത് കളിയാടി. പല്ലക്ക് നിർത്തിച്ചു. ചന്ദ്രക്കാരനെ അരയിൽ വിളിച്ച് ആ സ്ത്രീകൾ ആരെന്ന് അന്വേഷിച്ചു. 2 അനാഥ സ്ത്രീകളാണെന്ന് ലാഘവത്തോടെ മറുപടി കൊടുത്തു ചന്ദ്രക്കാരൻ. പല്ലക്കിന് സമീപം നിന്നിരുന്ന ഉമ്മിണിപ്പിള്ള മീനാക്ഷിയെ തനിക്ക് കിട്ടുമാറാക്കണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു. യോഗീശ്വരൻ പല്ലക്കിൽ നിന്ന് ചാടിയിറങ്ങി വിചിത്ര വേഷധാരികളായ സ്ത്രീകളുടെ സമീപത്തേക്ക് നടന്നു. അതുകണ്ട് കഴക്കൂട്ടത്തെ പണ്ടാരങ്ങൾ ശംഖുമുഴക്കി. കരയ്ക്കും കളരിക്കും നാഥന്മാരായ ആശാന്മാരും കുറുപ്പന്മാരും മുമ്പിൽ നടന്ന് വഴികാട്ടി. ചാമുണ്ടിക്കാവിലെ വൃദ്ധനായ വെളിച്ചപ്പാട് തുരുമ്പെടുത്ത വാളുമായി മുമ്പേ നടന്നു. ഉമ്മിണിപ്പിള്ള വിശറി കൊണ്ട് വീശി. ചന്ദ്രക്കാരൻ യോഗീശ്വരന്റെ പാദകങ്ങൾ ചുമന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ സ്വാമി വൃദ്ധയുടെ സമീപത്തേക്ക് നീങ്ങി. മീനാക്ഷി പിൻവാങ്ങി കുപ്പശാരുടെ പിന്നിലൊളിച്ചു.
യോഗീശ്വരനെ വന്ദിക്കാൻ കൂപ്പിയ കൈത്തലം ഗ്രഹിച്ച് അവരെ അതിനനുവദിച്ചില്ല. നിറകണ്ണുകളുടെ ആ കരങ്ങൾ തൻ്റെ ശിരസിൽ ചേർത്ത് ഏതോ മന്ത്രങ്ങൾ ഉരുവിട്ടു. അവാച്യമായ ഒരു ആനന്ദലഹരി വൃദ്ധയ്ക്ക് അനുഭവപ്പെട്ടു. ഈ അന്തർസംഘർഷത്തെ താങ്ങാനാവാതെ വൃദ്ധ തളർന്ന് യോഗീശ്വരൻ്റെ മാറിലേക്ക് ചാഞ്ഞു. വൃദ്ധയെ തിരിച്ചറിഞ്ഞ് യോഗീശ്വരൻ്റെ ശരീരം വിറച്ചു. കരുണാപൂർണനായി വൃദ്ധയെ മാറോട് ചേർത്ത് ഗാഠമായി പുണർന്നു. കുപ്പശാർ യോഗീശ്വരനെ നമസ്കരിച്ച് എഴുന്നേറ്റ് തളർന്ന വൃദ്ധയെ യോഗീശ്വരനിൽ നിന്ന് വിടർത്തി സ്വയം ഏറ്റെടുത്തു. മീനാക്ഷിയും യോഗിയെ പ്രണമിച്ച് വൃദ്ധയെ പരിചരിക്കാൻ മുതിർന്നു. ഇക്കാഴ്ച കണ്ടുനിന്നവർ യോഗീശ്വരൻ്റെ കാരുണ്യത്തെ പുകഴ്ത്തി. അദ്ദേഹത്തെ സ്വീകരിക്കാൻ കിട്ടിയ ധന്യമുഹൂർത്തത്തിൻ്റെ പേരിൽ ഈശ്വരനോട് നന്ദി പറഞ്ഞു. പ്രധാന കെട്ടിടത്തിൻ്റെ വിശാലമായ തളത്തിൽ വെച്ച് യോഗീശ്വരനെ സൽക്കരിച്ച് ആജ്ഞയ്ക്ക് വേണ്ടി ചന്ദ്രക്കാരൻ കാത്തുനിന്നു. സ്വാമിയുടെ മുഖത്ത് ലേശം വിളർച്ചയും ഉത്സാഹമില്ല. മീനാക്ഷിയുടെ സൗന്ദര്യത്താൽ വശീകരിക്കപ്പെട്ടുവോ എന്ന് ചന്ദ്രക്കാരനും ഉമ്മിണിപ്പിള്ളയും ശങ്കിച്ചു. എല്ലായിടവും ചുറ്റി നടന്നു നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കി മാമാ വെങ്കടൻ ആൾക്കൂട്ടത്തിനിടയിലൂടെ ചന്ദ്രക്കാരനെ സമീപിച്ച് ആശീർവാദമംഗത്തെ എന്ന് അനുഗ്രഹിച്ചു. എന്നിട്ട് തളത്തിൻ്റെ വെങ്കല തൂണിൽ ചാരിയിരുന്നു. സമീപത്ത് കണ്ട ഉമ്മിണിപ്പിള്ളയെ ശരിക്ക് പരിഹസിച്ചു. എല്ലാം കേട്ട് ഗൗരവത്തോടെ യോഗീശ്വരൻ ഇരുന്നു. അദ്ദേഹം ഇപ്പോഴും മാനസികമായി സ്വസ്ഥനായിട്ടില്ല എന്ന് വ്യക്തം. രാജസേവകനായ മാമാ വെങ്കടനോട് ഇടപെടുന്നത് സൂക്ഷിച്ചു വേണമെന്ന് ഉമ്മിണിപ്പിള്ളയും യോഗീശ്വരനും ചന്ദ്രക്കാരനെ നോട്ടം കൊണ്ട് ഉപദേശിച്ചു. മാമാ വെങ്കടന്റെ വിടുവായത്തം അവസാനിപ്പിക്കാൻ വേണ്ടി യോഗീശ്വരൻ ചെറിയൊരു പ്രഭാഷണം നടത്തുകയും ചില ശ്ലോകങ്ങൾ ചൊല്ലുകയും ചെയ്തു. എന്നിട്ട് ചന്ദ്രക്കാരനെ അനുഗ്രഹിച്ചു. കൂടിയിരുന്ന ബ്രാഹ്മണരെ ആശീർവദിച്ച് മാമാ വെങ്കടനോട് ഭക്ഷണത്തിന് തന്നോടൊപ്പം കൂടണമെന്ന് അഭ്യർത്ഥിച്ച് പൂജാസ്ഥാനത്തേക്ക് തിരിച്ചു. രണ്ടാമതും കുളി കഴിഞ്ഞ് യോഗീശ്വരൻ പൂജാമുറിയിൽ കടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വൃദ്ധനായ പരികർമ്മി അയാളുടെ ഭാഷയിൽ എന്തോ യോഗിയോട് സംസാരിച്ചു. യോഗീശ്വരൻ അത് കേട്ട് കഠിനമായി കോപിച്ചു. എന്തോ ആജ്ഞാപിച്ചു. വൃദ്ധൻ പുറത്തുപോയി കരിങ്കുരങ്ങ് പോലുള്ള ഒരു മനുഷ്യനെ കൂട്ടി വന്നു. അയാളെ യോഗീശ്വരൻ ചോദ്യം ചെയ്തു. കഴിഞ്ഞ രാത്രിയിൽ യോഗീശ്വരൻ ഒരാളെ പറ്റി അയാളോട് പറഞ്ഞിരുന്നു, അണ്ണാവയ്യനെ പറ്റി. തൽക്കാലം തിരുവിതാംകൂർ വിട്ടുനിൽക്കാനുള്ള യോഗീശ്വരൻ്റെ നിർദ്ദേശം അറിയിച്ചപ്പോൾ അയാൾ ചിരിച്ചു തള്ളിയെന്നും ബോധം കെടുത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതിനു ഫലമുണ്ടായില്ലെന്നും അതുകൊണ്ട് അയാളെ കൊല്ലേണ്ടി വന്നുവെന്നും ഭൃത്യനായ ഭൈരവൻ അറിയിച്ചു. അയാളെ ഉടൻ തന്നെ പറഞ്ഞുവിട്ടു. അയാളുടെ പ്രവൃത്തിയെപ്പറ്റി ഉടൻ തന്നെ യജമാനനെ അറിയിക്കുമെന്നും ഇനിയും തുടർന്നാൽ കാര്യമെല്ലാം രാമവർമ്മ മഹാരാജാവിനെ അറിയിക്കുമെന്നും കൂടെ ഉണ്ടായിരുന്ന വൃദ്ധൻ അധികാരസ്വരത്തിൽ യോഗിയോട് പറഞ്ഞു. ചന്ദ്രക്കാരനോടുള്ള പരിചയം തൻ്റെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്നു എന്ന് കണ്ട് നിരാശനായി യോഗീശ്വരൻ അടങ്ങിയിരുന്നു. സദ്യയ്ക്ക് മാമാ വെങ്കടനെ ഒത്തിരുന്ന യോഗീശ്വരൻ വിഭവങ്ങളെക്കുറിച്ച് മാമാ വെങ്കടനുമായി സരസ സംഭാഷണം ചെയ്തു. ചില മധുരപലഹാരങ്ങൾ യോഗീശ്വരൻ അയാൾക്ക് വിളമ്പിക്കൊടുത്തു. വയററിയാതെ ഇഷ്ടഭക്ഷണം വേണ്ടുവോളം ഉള്ളിലാക്കിയ മാമ തലയ്ക്ക് മന്ദത ബാധിച്ചതുപോലെ കിടപ്പിലായി. യോഗീശ്വരന് മറ്റ് വൈദ്യന്മാരും ആവുന്നത്ര പരിശ്രമിച്ചിട്ടും ഫലമില്ലാതെ പോയി. അവിടെ അങ്ങനെ കിടക്കുന്നത് ശരിയല്ലെന്ന് കണ്ട് ചന്ദ്രക്കാരൻ ഉടൻ തന്നെ അയാളെ പല്ലക്കിലെടുപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് വിട്ടു. സന്തുഷ്ടനായ യോഗീശ്വരൻ ചന്ദ്രക്കാരന് ഒരു ജോഡി രത്നകുണ്ടലങ്ങൾ സമ്മാനിച്ചു. കൊല്ലപ്പെട്ട അണ്ണാവയ്യൻ്റെ കുണ്ടലങ്ങൾ ദാനം ചെയ്തത് വഴി ചന്ദ്രക്കാരനെ കൊടുക്കുകയും ചെയ്യാമെന്ന് യോഗീശ്വരൻ വിചാരിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് യോഗീശ്വരൻ അല്പമൊന്ന് ഉറങ്ങാൻ ഭാവിച്ചപ്പോൾ ചന്ദ്രക്കാരൻ വടക്കൊരു കെട്ടിൽ ചെന്നിരുന്ന് കാര്യവിചാരം തുടങ്ങി. ചിലമ്പന്നത്ത് തറവാട്ടിലെ ഒരു ശാഖ കൊട്ടാരക്കരയിൽ താമസിക്കുന്നുണ്ട്. നന്ദിയെ തുണ്ണിത്താൻ അവിടെ നിന്ന് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവർക്ക് പുത്രനും ഉണ്ടായിട്ടുണ്ട്. അവനെ സംസ്കൃതത്തിൽ ഉപരിപഠനത്തിന് തിരുവനന്തപുരത്ത് അയച്ചിരിക്കുന്നു. ചിലമ്പനേത്ത് വക സ്വത്തുക്കൾക്ക് അനന്തരാവകാശിയായ അവൻ ഇടയ്ക്കൊക്കെ ചിലമ്പനേത്ത് വന്നും പോയിരുന്നു. ഹരിപഞ്ചാനന യോഗീശ്വരൻ്റെ എഴുന്നള്ളത്തിന് വരണമെന്ന് പറഞ്ഞിട്ടും അവൻ വന്നു കാണാഞ്ഞതിൽ കാരണവർ ചന്ദ്രക്കാരൻ കോപിച്ചിരിക്കുകയാണ്. കേശവൻ കുഞ്ഞ് കാണാൻ വന്നപ്പോൾ അവനെ ചോദ്യം ചെയ്തു. അവൻ വെളുപ്പിനെ തന്നെ എത്തിയതാണെങ്കിലും മന്ത്രക്കൂടത്ത് തങ്ങിയതുകൊണ്ടാണ് ചിലമ്പനത്ത് എത്താൻ വൈകിയത്. പരദേശികളായ ആ സ്ത്രീകളോട് കേശവൻ കുഞ്ഞ് അവിടെ വരാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അനുസരണക്കേട് കാണിച്ച അവരെ അവിടെ നിറക്കി വിട്ടാലോ എന്ന് ചിന്തിച്ച് ചന്ദ്രക്കാരൻ കലിതുള്ളി. ഇനി അവരുമായുള്ള സമ്പർക്കം പാടില്ലെന്ന് കേശവൻ കുഞ്ഞിനെ വിലക്കി. അവൻ പോകാൻ തുടങ്ങിയപ്പോൾ കാതിൽ കിടന്ന കമ്മൽ ഊരി വാങ്ങി പകരം യോഗിവര്യൻ സമ്മാനിച്ച കുണ്ടലങ്ങൾ ഇട്ടുകൊടുത്തു. ചന്ദ്രക്കാരൻ അമ്മാവൻ പറയുന്നത് പോലെ മീനാക്ഷിയെ കുലഭ്രഷ്ടയായും കൊള്ളുകില്ലാത്ത കുലത്തിൽപ്പെട്ടവളായും കണക്കാക്കുവാൻ കേശവന് കഴിഞ്ഞില്ല. സുന്ദരിയും സുശീലയുമായ അവളെ മനസ്സിൽ നിന്ന് വായിക്കാനാവില്ല. അയാൾ വീണ്ടും മന്ത്രകൂടത്ത് തന്നെ പോയി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്നവർക്കൊരു സംശയം ഉണ്ടാകും, ഇത് ഏത് കേശവനെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന്. ആക്ച്വലി ഈ കഥയിൽ 2 കേശവന്മാരുണ്ട്. ഒന്ന് നീട്ടെഴുത്ത് കേശവപിള്ള, അതായത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കളപ്ര കോട്ടയിലെ ആ കൊച്ചു പയ്യൻ, അത് കേശവപിള്ള. പിന്നൊന്ന് ഈ നന്ദിയത്ത് രാഘവൻ ഉണ്ണിത്താൻ്റെ മകൻ കേശവൻ ഉണ്ണിത്താൻ, അതായത് കേശവൻ കുഞ്ഞ് എന്ന് റെഫർ ചെയ്യുന്ന ആൾ. സോ ഇത് രണ്ടും ഇടയ്ക്ക് മാറിപ്പോകരുത്. കേശവൻ കുഞ്ഞെന്ന് പറയുന്നത് നന്ദിയത്ത് ഉണ്ണിത്താൻ്റെ മകനും കേശവപിള്ള എന്ന് പറയുന്നത് കളപ്ര കോട്ടയിലുണ്ടായിരുന്ന ആ കൊച്ചു പയ്യനായിട്ടുള്ള നീട്ടെഴുത്ത് കേശവപിള്ളയും പിന്നീട് രാജാ കേശവദാസ് എന്ന് അറിയപ്പെട്ട ആൾ. ഈ കേശവൻ കുഞ്ഞിനെ പറ്റിയാണ് മാമാ വെങ്കടൻ പ്രപ്പോസലായിട്ട് വെച്ചത്.
ഇതേ കേശവൻ കുഞ്ഞിനോടാണ് ചന്ദ്രകാരൻ ഇനി മന്ത്രകൂടത്ത് പോകരുതെന്നും പറഞ്ഞത്. പക്ഷേ അവൻ തിരിച്ചങ്ങോട്ട് തന്നെയാണ് പോയേക്കുന്നത്. ഇനി അതിൻ്റെ റെപ്രിക്കഷൻസ് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന പ്ലാറ്റ്ഫോമിൽ പോഡ്കാസ്റ്റിനെ റേറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കേൾക്കുന്നതുവരെ ബൈ.